കമ്പനി 32 കിലോമീറ്റർ മൈലേജ് പറയുന്ന വണ്ടിയാണ്. 32 കിലോമീറ്റർ മൈലേജ് ആണ്. ബാക്ക് സീറ്റിലാണ്. സെക്കൻഡ് റോയിൽ കൂടുതലും കംഫർട്ട്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടാവും. SBI, ഫെഡറൽ ബാങ്ക്, ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും ചെയ്യുന്നുണ്ട് ഡീസൽ. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. 20 കിലോമീറ്ററിന്റെ മേലെ മൈലേജ് കിട്ടുന്ന 20+ മൈലേജും ഒരു കമ്പനി. ഹായ് ഗായ്സ്, ഇന്നും നമ്മളൊരു യൂസ്ഡ് കാറിന്റെ ഷോറൂം വിസിറ്റ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് സുസുക്കിയുടെ ഓതറൈസ്ഡിലെ ട്രൂ വാല്യൂ കോട്ടക്കൽ ഷോറൂമിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ഓഫർ പ്രൈസിൽ എല്ലാ വാഹനവും അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഒരുപാട് സ്റ്റോക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ വാഹനങ്ങൾ എത്ര ഓഫറിലാണ് കൊടുക്കുന്നത് ജസ്റ്റ് നോക്കിയിട്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് ഹൃദ്യമായ സ്വാഗതം. സുസുക്കി ട്രൂ വാല്യൂയുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബ്രോ, വെൽക്കം ടു ചാനൽ. ബ്രോയുടെ പേര്? എൻ്റെ പേര് അനജ്. ബ്രോ, ഇപ്പൊ ശരിക്കും ഈ ഒരു ട്രൂ വാല്യൂല് എത്ര ചെക്കിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഹനം ചൂസ് ചെയ്യുന്നത്? നമ്മൾ 376 പോയിന്റ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വണ്ടികളും ട്രൂ വാല്യൂലേക്ക് എടുക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് മലപ്പുറത്ത് എവിടെയൊക്കെ ഷോറൂം ഔട്ട്ലെറ്റ് ഉള്ളത്? നമുക്ക് ബ്രാഞ്ച് ഇൻഡസിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് കോട്ടക്കിൽ വരുന്നുണ്ട്, മഞ്ചേരി, തിരൂര് ഔട്ട്ലെറ്റ് ആണ് നമുക്ക് ഇൻഡസിന്റെ വരുന്നത്. മലപ്പുറത്ത് വരുന്നത് ഇത് ശരിക്കും ഒരു സുസുക്കിയുടെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് അല്ലേ? അതെ, ട്രൂ വാല്യൂ തന്നെ. നമുക്ക് അത്യാവശ്യം സ്റ്റോക്കും ഈ ഒരു ഷോറൂമിൽ ഉണ്ട് അല്ലേ? ഉണ്ട്, അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വാഗനർ ആണ് എടുക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇട്ട് വരികയാണെങ്കിൽ ഇത് നമുക്ക് 2021 മോഡൽ വണ്ടിയാണ്. 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. VXI ഓപ്ഷണൽ 1.2 ആണ് വേരിയന്റ് വരുന്നത്. VXI അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരും. ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടായിരിക്കും. 1200 cc ആണ്. നമുക്ക് സ്വിഫ്റ്റില് ബലേനോയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ വരുന്നത്. ഇതിന്റെ പ്രൈസിലോട്ട് പോവാണെങ്കിൽ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 545 ആണ് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ്. ഫിക്സഡ് ആണോ നെഗോഷ്യബിൾ പ്രൈസ് ആണ്? നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഈ ഒരു വാഗനറിന് വന്നിട്ടുള്ളത്. പിന്നെ VXI അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ, ഫാമിലിക്കാണെങ്കിലും ഒരു എൻട്രി ലെവൽ ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് വാഗനർ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ നമുക്കുള്ളത് വാഗനർ ആണ്. ഈ ഒരു വാഗനറിലോട്ട് പോവുകയാണെങ്കിൽ ഇത് സെയിം തന്നെ 2021 മോഡലാണ്. ആകെ 15000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ശരിക്കും ലോ കിലോമീറ്റർ വണ്ടി. ഫസ്റ്റ് ഓണർ തന്നെയാണ്, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ നമ്മളെ ട്രൂ വാല്യൂ വാറണ്ടി ഉള്ള വണ്ടിയാണ് ഇത് രണ്ടും. ശരിക്കും ട്രൂ വാല്യൂന്ന് നമ്മളൊരു കസ്റ്റമർ വാഹനം കൊടുക്കുമ്പോൾ എന്തൊക്കെ അതിൽ കൊടുക്കുന്നത്? ഇത് വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് 7 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ 6 മാസം വാറണ്ടിയും, 4 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ 1 ഇയർ വാറണ്ടിയാണ്. ചെക്കിംഗ് വാറണ്ടി ഉണ്ടാവില്ലേ? ചെക്കിംഗ് വാറണ്ടി അല്ല, മാരുതിയുടെ വാറണ്ടിയാണ്. വാറണ്ടിയോ? എഞ്ചിൻ, ഗിയർ ബോക്സ്, സസ്പെൻഷൻ കാര്യങ്ങൾക്ക് മാരുതി തന്നെ വാറണ്ടി അല്ല, മാരുതി കൊടുക്കുന്ന വാറണ്ടി. ഇതിന്റെ പ്രൈസിലോട്ട് പോവാണെങ്കിൽ ഇത് നമ്മൾ ചോദിക്കുന്നത് 540. 540. ഇത് ഏത് വേരിയന്റ്? ഇത് VXI 1.2 പറഞ്ഞ വേരിയന്റ് ആണ്. സെയിം വേരിയന്റ് അല്ലേ? സെയിം വേരിയന്റ്. ശരിക്കും വാഗനർ എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് നോക്കുന്ന ഒരു വണ്ടിയാണ്. കൂടുതലും ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ശരിക്കും വാഗനർ അല്ലേ? അതെ. ഒരു എൻട്രി ലെവൽ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതെ, പിന്നെ വീണ്ടും നമുക്കൊരു വാഗനർ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് CNG ആണ് വരുന്നത്. CNG നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. കമ്പനി 32 കിലോമീറ്റർ മൈലേജ് പറയുന്ന വണ്ടിയാണ്. 32 കിലോമീറ്റർ മൈലേജ് ആണ് ഒരു മൈലേജ് കിട്ടുന്ന വണ്ടി. ബൈക്കിന് മൈലേജ് കിട്ടും. ഇതിന്റെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മൾ 480 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 480. അതെ. ഇതും സെയിം വേരിയന്റ് ആണ് VXI. ഇത് നമുക്ക് LXI ആണ് ബേസ് വേരിയന്റ് വരുന്നത്. ഇത് ബേസ് LXI-ലും VXI-ലും മാത്രമേ CNG വരുന്നുള്ളൂ. ബേസ് കാരണം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ, വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. ഇതാണ് നമുക്ക്. പിന്നെ സ്റ്റീരിയോ കറങ്ങി ചെയ്തിട്ടില്ലേ? സ്റ്റീരിയോ ചെയ്തിട്ടില്ല. നമ്മൾ ആക്സസറീസ് ചെയ്യണം. ആക്സറീസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് ഇൻബിൽഡ് ഷോറൂമിൽ ചെയ്യാൻ പറ്റില്ലേ? കമ്പനി തന്നെ നമുക്ക് ആക്സറീസ് ആയിട്ട് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. നമ്മൾ 3 വാഗനർ ഇപ്പം പരിചയപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അതർ ബ്രാൻഡാണ്, ടാറ്റയുടെ ടിയാഗോ. സേഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ടാറ്റ വണ്ടി തന്നെയാണ് ടിയാഗോ. ശരിക്കും ഒരു എൻട്രി ലെവലാണ് ടാറ്റയുടെ ലൈനപ്പിൽ. ഇതിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ ഇത് 2018 മോഡലാണ്, സിംഗിൾ ഓണർ, 53 പെരുന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഏതാണ് ഇയർ വരുന്നത്? 2018 മോഡൽ. 18. സിംഗിൾ ഓണർ ആണോ? ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ചില്ലാറ ഓടിയിട്ടുള്ളൂ. പക്ഷേ ഒരു കളർ ലൈൻ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല. ശരിക്കും ഒരു ഷൈൻ അടിച്ചിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് ഒരു കളറിൽ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മൾ 345 ആണ് ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 3,45,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്, ഫിക്സഡ് അല്ല. കാര്യമായ ചേഞ്ച് ഉണ്ടാവും, വേരിയേഷൻ ചെയ്തുതരാം. പിന്നെ ഈ 2 മുതലിട്ട് പറയണ്ട. കാരണം ശരിക്കും നമ്മുടെ മലയാളികൾക്കും അത് മാത്രമല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്
ഈ ഒരു സ്വിഫ്റ്റ് ഡീസൽ വരുന്നത്. ഇത് ഡീസൽ അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. 20 കിലോമീറ്ററിന്റെ മേലെ മൈലേജ് കിട്ടുന്ന 20+ മൈലേജും ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. കമ്പനി അല്ല, ശരിക്കും കിട്ടുന്നുണ്ട്. ഇത് ഡീസലിന് വാഹനം യൂസ് ചെയ്യുന്ന പറയുന്നത് വേറൊരു ഫീലാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽസ് പോവുകയാണെങ്കിൽ 16 മോഡലാണ്. 16 മോഡൽ ഓണർ, 1,40,000 കിലോമീറ്റർ. ഇതൊക്കെ എത്ര ഓടിയാലും വീണ്ടും പോവും. അത്ര ഒരു നല്ല കംഫർട്ട് ആണെങ്കിലും ലഭിക്കേണ്ട ഒരു മോഡൽ. നല്ല കംഫർട്ടാണ് ശരിക്കും. ഈ ഒരു മോഡൽ ശരിക്കും വിജയിപ്പിച്ചിട്ടുള്ളത്. കാരണം എത്ര ഫാൻസ് ഉള്ളത് ഈ ഒരു ബോഡി ലാംഗ്വേജിനായിരുന്നു. ഇതിന്റെ പ്രൈസിലോട്ട് പോവുകയാണെങ്കിൽ ഇത് നമ്മൾ 4,80,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 4,80,000. ഇപ്പൊ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 3 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ഇപ്പൊ നെക്സ്റ്റ് ഒരു സ്വിഫ്റ്റ് ഒക്കെ ഉള്ളത് 2015 മോഡല്. 15. അതെ, ഡീസൽ വരുന്നില്ല. ഡീസൽ 1.45 ഓട്ടം, സെക്കൻഡ് ഓണർ വണ്ടി. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി. പിന്നെ മൈലേജും പറയണ്ട, അത്യാവശ്യം നല്ല മൈലേജും 23 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇത്ര നേരം കണ്ടുള്ളത് ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോണത് കുറച്ച് SUV, കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീച്ചേഴ്സ് വരുന്ന SUV ആണ് പോകുന്നത്. നിങ്ങൾ ഏതൊക്കെ ഫിനാൻസ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഫിനാൻസ് ഓൾമോസ്റ്റ് ഇൻഡസ് ബാങ്ക്, മഹീന്ദ്ര, കൊട്ടക് മഹീന്ദ്ര, HDFC, SBI, ഫെഡറൽ ബാങ്ക്, ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രാൻഡ് വിറ്റാര. ഇതിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ ഇത് 2023 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹൈബ്രിഡ് ആട്ടോ, സീറ്റാ പ്ലസ് പറഞ്ഞ വേരിയന്റ് വരുന്നത്. ഇതിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചർ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈബ്രിഡ് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും, കിട്ടുന്നുണ്ട്. ഈ വഴിയല്ല മറ്റേ 28 കിലോമീറ്റർ ക്ലെയിം ചെയ്തുള്ളത്. അതെ, അതും അത്യാവശ്യം നല്ല മൈലേജിലുള്ള ഒരു മോഡലാണ് ഗ്രാൻഡ് വിറ്റാര. ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു പ്രത്യേകത ഒരു മോഡലാണ് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് എന്നുള്ളത്. അത്യാവശ്യം നല്ല ലുക്ക് കൊണ്ട് കാണുക. ഇതൊരു കളർ അത്യാവശ്യം നല്ല രീതിയിലുണ്ടല്ലേ, നെക്സാ ബ്ലൂ കളർ. ഒരു പ്രീമിയം കാറ്റഗറി ഒരു SUV ആണ് ലൈനപ്പിൽ. നെക്സ്റ്റ് വരുന്നത് പ്രൈസ് നമ്മൾ 16 ചോദിക്കുന്നത്. 16.5 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ചോദിക്കുന്ന പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നോക്കാൻ വിട്ടുപോയി, കാരണം അതിന്റെ ഫീച്ചേഴ്സിൽ നമ്മൾ പ്രൈസ് നോക്കാൻ വിട്ടുപോയതാണ്. ഇപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ വരികയാണെങ്കിൽ ഇത് നമുക്ക് 2023 ബ്രസ ഓട്ടോമാറ്റിക് വണ്ടി, ഫുൾ ഓപ്ഷൻ. ഇത് ZXi Plus. ഇതിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു മോഡലാണ്. പാഡൽ ഷിഫ്റ്റ് ഒക്കെയാണ് വരിക. പാഡൽ ഷിഫ്റ്റേഴ്സ്. ഇത് ഏത് ഗിയർ ബോക്സ് വരുന്നത്? CVT ആണോ? ഇത് 8 ഗിയർ ബോക്സ്. 8 ഗിയർ ബോക്സ്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ 2023 ആണ്. സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. ശരിക്കും ഒരു ഷോറൂം കണ്ടീഷൻ രണ്ട് മോഡൽസ് ആണ് എടുക്കുന്ന വണ്ടി. ഒരു ഫ്രഷ് പോകുന്നതിന് കൂടുതൽ ചോയ്സ് ചെയ്യാൻ പറ്റിയത് ഒരു മോഡൽ നോക്കുന്നതാണ്. അതെ. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടുന്നത്? ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 24,000 കിലോമീറ്റേഴ്സ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറോ ക്ലെയിം വണ്ടി കേട്ടോ. സീറോ ക്ലെയിം. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ. ഈ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് വീണ്ടും ബ്രസയിലേക്ക്. ഒരുപാട് ബ്രസ സ്റ്റോക്ക് ഉണ്ട്. ഒരു 4-5 വണ്ടിയോളം ബ്രസ സ്റ്റോക്ക് ഉണ്ട്. ഒരു 5 ബ്രസ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മോഡലായിട്ട് വരികയാണെങ്കിൽ ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർ, 58,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ലോ കിലോമീറ്റർ തന്നെയാണ്. ഇതല്ല, അത് കമ്പനി സർവീസ് അല്ലേ ചെയ്തിട്ടുള്ളത്? കമ്പനി സർവീസിലെ വണ്ടി, ഒക്കെ വാറണ്ടിയിലെ വണ്ടിയാ. വാറണ്ടി എക്സ്ട്രാ നമ്മൾ ട്രൂവൈൽ വാറണ്ടി കൊടുക്കുന്ന വണ്ടികളാണ് വണ്ടി കൊടുക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു വാഹനം. ഇത് ശരിക്കും ഒരു SUV സെഗ്മെന്റ്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ നോർമൽ ഹാഷ് ബാക്ക് ഒരു അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ ഒരു ചോയ്സ് ആണോ? അതെ, ഒരു ബ്രസ നല്ല ചോയ്സ് അല്ലേ? നല്ല ചോയ്സ് തന്നെയാണ്. ഓക്കെ. ഇതൊരു മിഡ് സൈസ് SUV സെഗ്മെന്റും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതെ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ പോവുകയാണെങ്കിൽ വീണ്ടും ബ്രസ തന്നെ വരുന്നത് 2021. ഇത് ഏത് വേരിയന്റ് വരുന്നത്? ഇത് VXi. ഒരു മിഡിൽ ഓപ്ഷൻ, വാല്യൂ ഫോർ മണി. ഒരു റെഡ് കളറും നല്ലൊരു അട്രാക്ഷൻ ഉണ്ടല്ലേ ഒരു കാറിന്. ഇതിൽ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ ഇത് 2021 മോഡലാണ്. സെക്കൻഡ് ഓണർ, 24,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 24,000 കിലോമീറ്റർ. വെറും 24,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ ബ്രസ നമ്മൾ കണ്ടുപിടിക്കുന്നത്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ. ശരിക്കും ഈ ഒരു മോഡലാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒരു കളർ തീം ആയെങ്കിലും റെഡും അങ്ങനത്തെ വൈറ്റും അങ്ങനത്തെ കുറച്ച് കളറുകളാണ് കൂടുതലും നമ്മൾ റോഡിൽ കാണുന്ന കളേഴ്സ്. ഇനി അടുത്തത് നമുക്കൊരു ബ്രസ വരുന്നത് 2020 മോഡല്. 20 ഇതിലാണ് തോന്നുന്നത് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നില്ല, ഗ്രില്ലൊക്കെ മാറിയിട്ട്. 2019 മുതലാണ്. 19 മുതലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നത്. ഇത് പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. 19 ശേഷം എല്ലാ വണ്ടിയും പെട്രോൾ ആയല്ലോ. പെട്രോൾ. ഇതിന് ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ 2020 മോഡൽ, സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ ഓട്ടം. 36 കിലോമീറ്റർ ലോ കിലോമീറ്റർ കാർ.
കാരണം വൈറ്റ് ആയ കാരണം കൂടുതൽ ഒരു ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഫാമിലി കൂടുതലും ചൂസ് ചെയ്യുക ഒരു പക്ഷേ വൈറ്റ് കളർ ആയിരിക്കും. കാരണം ഫാമിലി കൂടുതൽ വൈറ്റ് ആണ് താല്പര്യം ഏത് ഫാമിലി നോക്കുകയാണെങ്കിലും. ശരിക്കും ലോ കിലോമീറ്റർ വാങ്ങിയാൽ കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത്. അതെ, കൂടുതൽ ലോ കിലോമീറ്റർ അത് ഹൈ ക്വാളിറ്റിയിൽ വണ്ടികളൊക്കെ തന്നെ നമ്മൾ പിടിക്കുള്ളൂ. അതും എത്ര 302 ചെക്കിംഗ് പോയിന്റിൽ പറഞ്ഞത് 376 പോയിന്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുക. നമ്മൾ വണ്ടി 376 ചെക്കിംഗ് പോയിന്റ് എടുത്തിട്ട് ഇവിടെ എല്ലാ സ്റ്റോക്കും ഇവർ പർച്ചേസ് ചെയ്യണത്. പിന്നെ അടുത്തത് ഡീസലാണ് തോന്നുന്നില്ലേ? ഡീസൽ എന്ന് പറയുകയാണെങ്കിൽ നല്ല മൈലേജും കിട്ടുന്നുണ്ട്, ഡ്രൈവിങ്ങും അത്യാവശ്യം നല്ല കംഫർട്ട് അല്ലേ? ഇതിൽ 20+ മൈലേജ് ക്ലെയിം ചെയ്യുന്നില്ലേ? കിട്ടും. 2018 മോഡൽ സെക്കൻഡ് RC 86,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 86,000. അതെ, ഡീസലിനെ സംബന്ധിച്ചിടത്തോളം അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ശരിയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഡീസൽ കാറാണ്. പക്ഷേ അതിൻ്റെ ഒരു കംഫർട്ടും വേറെ ഒരു ഇതിൽ കിട്ടുന്നില്ല, നല്ലൊരു മൈലേജും കിട്ടുന്നില്ല. പേഴ്സണലി യൂസ് ചെയ്യുന്നത് ബലേനയാണ്. അത്യാവശ്യം നല്ലൊരു മൈലേജ് നമുക്ക് ലഭിക്കുന്നത് ഡീസൽ 2018 മോഡൽ. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. KL 55 തിരൂർ രജിസ്ട്രേഷൻ. പിന്നെ അടുത്തത് പറഞ്ഞാൽ സുസുക്കി ലൈനപ്പിലെ സെഡാൻ വണ്ടി സിയാസ്. ഈ ഒരു സെഡാനിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല കംഫർട്ട് കൂടുതലും കിട്ടും. ബാക്ക് സീറ്റിലാണ്. സെക്കൻഡ് റോയിൽ കൂടുതലും കംഫർട്ട്, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടാവും. സ്പേസ് ഡ്രൈവിംഗ് അത്യാവശ്യം നല്ല കംഫർട്ട് അല്ലേ? കാരണം ഒരു പൊസിഷൻ അടിപൊളിയാണ് ഇരിക്കാനുള്ള. ഇത് ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ ഇത് 2018 മോഡലാണ്. സെക്കൻഡ് RC 41,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടി കേട്ടോ. പെട്രോൾ ഫുൾ ഓപ്ഷൻ. KL 1 അതെ, സ്കെയിൽ 0 200 രജിസ്ട്രേഷൻ ആണ് ഈ ഒരു കാർ വരുന്നത്. സിയാസ് അത്യാവശ്യം നല്ല ഫാൻ ബേസിൽ മോഡലാണ്. ഇത് ഡീസൽ അത്യാവശ്യം നല്ല ഫാൻ ബേസുള്ള ഒരു പെട്രോൾ വരുന്നത്. പെട്രോൾ ഡീസലിനെ കുറിച്ചുള്ള ഫാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് പിന്നെ പറയണ്ട, ഞാനോ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലി കാർ, ശരിക്കും ഒരു എൻട്രി ലെവലിൽ പറയാൻ സാധിക്കും. ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഈ കാറിലോട്ട് വരണമെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് ഒരു നാനോ കാർ. ഇതിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ 2016 മോഡലാണ്. 16 RC 45,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ സെക്കൻഡ് RC. ഇത് എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 1.15 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇവിടെ എല്ലാ വണ്ടികളും നെഗോഷ്യബിൾ പ്രൈസ് ആണ്, ഒന്നും ഫിക്സഡ് പ്രൈസ് അല്ല. കാരണം ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോക്കുകളുണ്ട്. ഫുൾ നമ്മൾ കാണിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ പേരെന്തായിരുന്നു? അനജ്. ഇവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കോൺടാക്ട് ചെയ്യുക. ഇവിടെ എല്ലാതും അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ? നമുക്ക് ലോൺ ആണെങ്കിലും ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുമോ? ഹോം ഡെലിവറി ആണെങ്കിലും എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ കോൺടാക്ട് ചെയ്യുക. എനിവേ താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലെ ചെറിയൊരു ബ്രേക്ക്.